started. ഇന്ന് സാറ്റർഡേ ആണല്ലോ, കുറച്ചു നേരം കൂടി ഉറങ്ങിയാലോ? നീ എന്തൊരു മടിയനാ സീൻ. ഞാനൊരു കാര്യം പറഞ്ഞ നിനക്കിനി ഉറങ്ങാൻ പറ്റില്ല. അതെന്ത് കാര്യം? പപ്പ നമ്മുടെ ഡിമാൻഡ്സ് അംഗീകരിച്ചു. എന്ത്? നീ ഇന്നലെ ഉറങ്ങിയതിനു ശേഷം ഞാൻ പപ്പയുടെ അടുത്ത് പോയിരുന്നു. എന്നിട്ട് പപ്പയും അമ്മയും ഭയങ്കര ഡിസ്കഷൻ ആയിരുന്നു. അത് ശരിയാ സീം, കുറെ നേരം ഉണ്ടായിരുന്നു ചർച്ച. അവസാനം നമ്മൾ പറഞ്ഞ ഹോവർ ബോർഡ് വാങ്ങിത്തരാൻ പപ്പ സമ്മതിച്ചു. നമ്മുടെ നാട്ടിൽ വേറെ ആരും വാങ്ങിയിട്ടില്ല. അതുകൊണ്ടാ പെട്ടെന്ന് വാങ്ങാൻ ഞാൻ പപ്പയോട് പറഞ്ഞത്. എല്ലാവരും വാങ്ങിക്കഴിഞ്ഞ ആരും മൈൻഡ് ചെയ്യില്ല. എനിക്കാകെ ത്രില്ലായിട്ട് വയ്യ. വൈകിട്ട് വരുന്നാ പറഞ്ഞത്. എന്നിട്ട് വേണം എനിക്ക് ഇതുമായി ഒന്ന് കറങ്ങാൻ. അതൊക്കെ ശരി തന്നെ, പക്ഷേ സൂക്ഷിക്കണം, ബാലൻസ് നന്നായി വേണം. അതെനിക്ക് ഉണ്ടല്ലാമീ. ഞാനല്ലേ സ്കൂളിലെ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻ. ഞാനും ഓടിക്കും. എനിക്ക് തീരെ പേടിയില്ല. തീരെയില്ല, ചെറിയൊരു ഭയം, അല്ലാതെ പേടിയൊന്നുമില്ല. കിട്ടിയിട്ട് വേണം എനിക്കും ഇതിലൊന്ന് കറങ്ങാൻ. പറന്നു നടക്കുന്ന നിനക്കെന്തിനാ ഹാപ്പി ഹോവർ ബോർഡ്? എന്തൊരു രസമായി ഇങ്ങനെ ചുമ്മാ ഇരിക്കാൻ. ബോസിനെ കാണാനുമില്ല. ദിവസവും ഇങ്ങനെ ആയിരുന്നേൽ എന്ത് രസമായിരുന്നേനെ. ഹലോ ബോസ്. അപ്പൊ നീ അവിടെ തന്നെ ഇരിക്കുകയാണല്ലേ? ആട്ടെ, നീ അവിടെ എന്ത് ചെയ്യുകയാ? ഞാൻ ചുമ്മാ അല്ല, ഞാൻ ഓരോ പുതിയ ഐഡിയാസ് ഉണ്ടാക്കുകയാണ് ബോസ്. ഇഡിയറ്റ്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എപ്പോഴും ആ കുട്ടികളെ വാച്ച് ചെയ്യണമെന്ന്? ടെൽ മീ. അത് ഞാൻ യെസ് ബോസ്. ഓക്കെ ബോസ്, ചെയ്യാം ബോസ്. ഞാൻ ഏറ്റു ബോസ്. അപ്പൊ പുറത്തു പോയേ പറ്റൂ. ഒന്ന് ചുമ്മാ ഇരിക്കാൻ സമ്മതിക്കില്ല ഈ ബോസിന്റെ കാര്യം. ഇതെന്തിനാ കുട്ടിപ്പിശാചുക്കൾ ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നത്? ഇപ്പൊ വരും. പപ്പ ഷോപ്പിൽ നിന്ന് വിളിച്ചു. എന്തിനാ വിളിച്ചത്? ഏത് കളറാ വേണ്ടെന്ന് ചോദിക്കാനാ. ഞാൻ പറഞ്ഞു റെഡ് തന്നെ മതിയെന്ന്. വെരി ഗുഡ്, റെഡ് തന്നെയായിരുന്നു എന്റെയും ചോയ്സ്. എനിക്കും ഇഷ്ടം റെഡ് തന്നെയാ. അത് നിന്നെ കണ്ടാ മനസ്സിലാവും, പറയേണ്ട കാര്യമില്ല. എന്തോ കാര്യമായിട്ട് വരുന്ന ലക്ഷണമുണ്ട്. എന്താവും അത്? ഹായ്, പപ്പ വന്നെന്ന് തോന്നുന്നു. ഹോവർ ബോർഡ് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടാവും. ഹായ് സെയിം, ഇതാ നോക്കൂ. വൗ, കാണാൻ എന്താ രസം അല്ലേ ലുവായ്? സൂപ്പർ. നമുക്ക് റൈഡ് പോയാലോ? ഞാൻ പോകാം ആദ്യം. എനിക്കല്ലേ കൂടുതൽ ബാലൻസ് ഉള്ളത്. ശരിയാ, സെയിം ഓടിക്കട്ടെ ആദ്യം. ഓക്കേ, ഞാൻ ഒരു റൗണ്ട് ഓടിച്ചു വരാം. സൂക്ഷിച്ച് ഓടിക്കണേ സെയിം. അല്ല പപ്പ, ഈ ഹെൽമെറ്റ് ഇതിന്റെ കൂടെ ഉള്ളതാണോ? അയ്യോ, അവനോടത് പറയാൻ മറന്നു. എനിക്ക് താ, ഞാനത് അവന് കൊടുക്കാം. നീ ഇത് മറന്നോ? താങ്ക് യു ഹാപ്പി. ദേ മക്തു. എന്താ ഇവിടെ എല്ലാവരും കൂടി? എന്താ ഇത്? വാവ്, ഹോവർ ബോർഡ്. ഇത് ആരുടെയാ? ഞങ്ങള് മേടിച്ചതാ. ഛേ, ഇവരാദ്യം വാങ്ങിക്കളഞ്ഞല്ലോ. എങ്ങനെയുണ്ട്? എന്ത് കൊള്ളാം, പക്ഷെ പോരാ. എന്ത് പോരാ? ഇതിന് സ്പീഡ് പോരാ. ഫോറിൻ റോഡിലൊക്കെ ഈസിയായി ഓടിക്കും. ഇവിടെയൊക്കെ സൈക്കിൾ തന്നെയാ ബെസ്റ്റ്. അസൂയ കൊണ്ട് പറയുന്നതാ. സൈക്കിളൊക്കെ എല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഹോവർ ബോർഡ് ഇവിടെ ആർക്കും ഇല്ല. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റേസ് വെക്കാം. നീ ഹോവർ ബോർഡിൽ, ഞാൻ എന്റെ സൈക്കിളിൽ. എന്തു പറയുന്നു? സൂപ്പർ ആയിരിക്കും. ഓക്കേ പറ സെയിം. ഓക്കേ ഓക്കേ, ഡബിൾ ഓക്കേ. ഇതെന്തിനാ ഫ്ലാഗ്? റേസ് അല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെക്കാനാ. ഫിനിഷിംഗ് പോയിന്റിൽ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇവര് കാര്യമായിട്ടാണല്ലോ. എന്തായാലും ജയിച്ചേ പറ്റൂ. അപ്പൊ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്താ
എന്താ സെയിം ഒന്നും മിണ്ടാത്തത്? ചെറിയ ടെൻഷൻ ഉണ്ടോന്നൊരു തോന്നൽ. ഹേയ്, ടെൻഷൻ ഒന്നും വേണ്ട. ശ്രദ്ധിച്ചു ഓടിച്ചാൽ മതി. ഞാനിപ്പോ വരാം. ഓക്കേ ലാമി. ഇവളിത് എവിടെ പോകുന്നു? അപ്പൊ തുടങ്ങാം അല്ലേ? ലാമി വരട്ടെ. ഞാനാ ചിയർ ഗേൾ. അത് കൊള്ളാം. കൊള്ളാം ഹാപ്പി കിഡ്. എന്റെ ടോയ് ഗൺ എടുത്തല്ലേ? ഓക്കെ, എന്നാൽ റേസ് തുടങ്ങാൻ പോകുന്നു. റെഡി ഗോ. Come on, Zim. Up, up, Zim, Zim, up, up. അയ്യോ, യെസ്. എഴുന്നേൽക്ക് സീം. പെട്ടെന്ന് പെട്ടെന്ന്. എങ്ങനെയുണ്ട് എന്റെ ഓവർബോർഡ്? നമുക്ക് കാണാം പെട്ടെന്ന് തന്നെ. ഓ, കാണാം കാണാം. ബൈ ബൈ. ഇതെന്ത്? ഓഹോ, പിടികിട്ടി പിടികിട്ടി. ഇതിനായിരുന്നു ഇവർ കാത്തിരുന്നത്. ആദ്യമായിട്ടാ ഇങ്ങനെയൊന്ന് കാണുന്നത്. ബോസിന് പോലും ഇല്ല ഇത്. ബോസിനോട് പെട്ടെന്ന് ഇതുപോലൊരെണ്ണം വാങ്ങാൻ പറയണം. എന്ത് രസമായിരിക്കും ഇങ്ങനെ പോകാൻ. വരട്ടെ. സീം, ഒന്ന് ഇറങ്ങ്. ഞാനൊരു റൗണ്ട് ഓടിച്ചു വരാം. കണ്ടിട്ട് സഹിക്കുന്നില്ല. ആ, ശരി ശരി. സൂക്ഷിച്ചു പോണേ. ഞാൻ പതുക്കെ പോവൂ. ഇവനും ഇത് ഓടിക്കാൻ പഠിച്ചോ? അല്ല, ഇതെന്താ ലുവായി? ഇതാണ് ഓവർബോർഡ്. കൊള്ളാലോ. എനിക്കൊരു റൗണ്ട് താ, ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ. ഏയ്, ഇത് തരാനൊന്നും പറ്റില്ല. ഞാൻ തന്നെ ശരിക്കും പഠിച്ചിട്ടില്ല. പോട്ടെ, തിരക്കുണ്ട്. ഞാനും ബോസും ഒക്കെ കുട്ടിക്കാലത്ത് ഓടിച്ചു നടന്ന സാധനമായത്. എന്തിനാ ഫ്രെഡി അങ്കിൾ വെറുതെ പൊങ്ങച്ചം പറയുന്നത്? ഇതിപ്പോ അടുത്തിറങ്ങിയതാ. ഇവിടെയല്ല, ഞങ്ങള് പണ്ട് ലണ്ടനിൽ. മതി മതി, പുളുവടി കേട്ടിരിക്കാൻ സമയമില്ല. ബൈ ബൈ. അവന്മാരുടെ ഒരു ഓവർബോർഡ്. ആ സാധനം ഞാൻ നശിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് ഫ്രെഡി എന്നല്ല. നിങ്ങളുടെ റോഡിലൂടെയുള്ള ഹോവർബോർഡ് പ്രാക്ടീസ് ഇനി അത് കുറയ്ക്കണം. എന്താ മമ്മ ഇത്? ഞങ്ങൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതാണ് മമ്മയും പറഞ്ഞത്. പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. സോ പഠിക്കാൻ പറ്റിയ സ്ഥലമല്ല റോഡ്. ഞാൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പ്ലേ ഗ്രൗണ്ടില്ലേ, അവിടെ ആരും ഉണ്ടാവില്ല. അവിടെ പോയി പ്രാക്ടീസ് ചെയ്യാം. അത് കൊള്ളാമല്ലോ മമ്മ, നല്ല ഐഡിയ. അതെ, നല്ല ഐഡിയ. ഗ്രേറ്റ് ഐഡിയ. അങ്ങനെ കുഴിയായി. ഇനിയാണ് കളി. വെള്ളം നിറച്ചത് കൊണ്ട് കുഴിയുടെ ആഴം അവന്മാർക്ക് മനസ്സിലാവില്ല. കുറച്ചു നേരം മുങ്ങിക്കിടക്കട്ടെ. അത് ശരി, ഇതാണല്ലേ കാര്യം. ഫ്രീസ്. അപ്പോ ആരാ ആദ്യം? എന്നും ആദ്യം ഞാനാ. ഓ ശരി ശരി, നീ തന്നെ ഓടിച്ചോ. നോക്കിക്കോ എന്റെ റൈഡിംഗ് സ്റ്റൈൽ.
കമോൺ കമോൺ അങ്ങോട്ട് തന്നെ. ഇംപോസിബിൾ. ഇതെങ്ങനെ സംഭവിച്ചു? ഛേ. ഇനി ഞാനല്ലേ ഹാപ്പിക്ക്? ഛേ, അവനും ആ കുഴി കടന്നു പോയല്ലോ. ഇനി എന്റെ ഊഴം. ഇനി ചെറിയൊരു ബ്രേക്ക്. ഇപ്പോഴേ ബ്രേക്കോ? കാര്യമുണ്ട്. ഒന്ന് പോയി നോക്കിക്കളയാം. ഇതെന്താ കുഴി മൂടിപ്പോയത്? വെള്ളം എവിടെ? ഇതെന്താ ഐസോ? വെള്ളം എങ്ങനെ ഐസായി? അതെ, ഐസ് തന്നെ ഫ്രെഡി. അയ്യോ, നീ എത്തിയോ? അൺഫ്രീസ്. അതെന്താ ഒരു ശബ്ദം? വാ അങ്ങോട്ട് പോവാം. എന്തോ പ്രശ്നമുണ്ട്. ഫ്രെഡി അങ്കിൾ കുഴിയിൽ. ഞാൻ ഓടിച്ചപ്പോ ഇങ്ങനെ ഒരു കുഴി കണ്ടില്ലല്ലോ. ഇനി എന്നെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഹാപ്പി, ഞാൻ നന്നായിക്കോളാം. നന്നായാൽ എനിക്ക് നല്ലത്. ഹാപ്പി കിഡ്.